ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. കദളിപ്പഴം കൊണ്ട് പായസം. നമ്മൾ ഏത്തപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കിയല്ലേ, അതുപോലെ തന്നെ കദളിപ്പഴം കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു 750 ഗ്രാം കദളിപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ്. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ശർക്കരയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പൊടിച്ച ശർക്കര. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. ഇപ്പം ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പഴം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളൊക്കെ ആവാം. ഇതുപോലെ ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വന്നിട്ട് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഏകദേശം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് മൂക്കും. അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് കറുത്ത കിസ്മിസാണ്. അപ്പോൾ അതൊരു ബോൾ പോലെയാകുമ്പോൾ നമുക്കിതിനിത് കോരിയെടുക്കണം. നമുക്കത് കോരിയെടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് ഈ പഴം ഉടച്ചതിട്ട് ഒന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ഈ അല്പം വേണേൽ കുറയ്ക്കാം. ഇപ്പം കദളിപ്പഴം നന്നായിട്ട് വരട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ടാണ് ശർക്കര 250 ഗ്രാം എടുത്തത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 300 ഗ്രാം എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ ശർക്കര പാനി കൂടി ഒഴിച്ച് വരട്ടിയെടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉണക്കലരി വേവിച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഞാൻ പഴം തന്നെ ആണിന്ന് പായസം വെക്കുന്നത്. ഇനി ആ പാനിക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇത്ര മതി. ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർക്കാം. ഞാൻ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. നമുക്ക് ആ വെള്ളമൊക്കെ ഒരല്പം പറ്റണം. ഈ കദളിപ്പഴം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പഴമാണ് ഈ കദളിപ്പഴം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പഴം തന്നെയാണ്. ഇതിന് നല്ല ഫ്ലേവറാണ്. ഇനി നമുക്ക് ആ 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുണ്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ്.
ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തതുകൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് വലിയ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത്. മീഡിയം സൈസാണെങ്കിൽ 3 തേങ്ങ എടുക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. നല്ലൊരു പായസമാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ കദളിപ്പഴം കിട്ടുമ്പോൾ.